ദേശാടനം നടത്തുന്ന ശലഭങ്ങളിൽ പേര് കേട്ടവയാണ് നീലക്കടുവ ശലഭങ്ങൾ. കാഴ്ചയിൽ ഒരുപോലിരിക്കുന്ന മൂന്നിനം ശലഭങ്ങളാണ് ഈ വിഭാഗത്തിലുള്ളത്. ഡാർക്ക് ബ്ലൂ ടൈഗർ അഥവാ കരിനീല കടുവ എന്ന പൊതുനാമത്തിൽ അറിയപ്പെടുന്ന ശലഭമാണിത്. സുതാര്യമായ നീലയും വെള്ളയും ചേർന്ന ചിറകുകളും ചിറകിലെ ഈ രണ്ട് വരകൾ ചേർന്നുണ്ടാകുന്ന വൈ ആകൃതിയും ഇവയെ തിരിച്ചറിയാൻ സഹായിക്കുന്നു. ഈ ശലഭങ്ങൾ തിരുമല സെപ്റ്റൻട്രിയോണിസ് എന്ന ശാസ്ത്രീയ നാമത്തിലാണ് അറിയപ്പെടുന്നത്. രണ്ടാമത്തെ ഇനം നീലക്കടുവ ശലഭമാണ് അഥവാ ബ്ലൂ ടൈഗർ ബട്ടർഫ്ലൈ. തിരുമല ലിംനിയേസ് എന്നാണ് ഈ ശലഭങ്ങളുടെ ശാസ്ത്രീയ നാമം. അർദ്ധസുതാര്യമായ നീല കലർന്ന വെള്ളയും പാടുകളും വരകളുമാണ് ഈ ശലഭങ്ങളുടേത്. ഈ പാടുകൾ കരിനീല കടുവ ശലഭത്തേക്കാൾ വീതി കൂടിയതായിരിക്കും. മൂന്നാമത്തെ ഇനം തെളിനീല കടുവയാണ്. ഗ്ലാസി ടൈഗർ എന്ന പൊതുനാമത്തിലും പാരന്റിക്ക ആഗ്ലിയ എന്ന ശാസ്ത്രീയ നാമത്തിലുമാണ് അറിയപ്പെടുന്നത്. മറ്റു രണ്ട് ശലഭങ്ങളെക്കാൾ അല്പം ചെറുതാണ് തെളിനീല കടുവ. ചിറകുകൾ സുതാര്യമായ കറുപ്പും വെള്ളയും വളരെ നേർത്ത നീല നിറവുമാണ്. പാടുകളിലും നിറങ്ങളിലും വരകളിലും വ്യത്യാസമുള്ള ഈ മൂന്ന് ശലഭങ്ങളും ഒരു ബ്രഷ് ഫൂട്ടഡ് ശലഭമാണ് അഥവാ നിംഫാലിഡെ കുടുംബത്തിൽ ഉൾപ്പെടുന്ന ശലഭങ്ങൾ. ഈ ശലഭങ്ങളുടെ ലാർവകൾ എരിക്കു പോലുള്ള പാൽച്ചെടിയും വിഷസസ്യങ്ങളും ഭക്ഷണമാക്കുന്നത് കാരണം ഈ ശലഭങ്ങളെ ഡാനൈഡ് ശലഭങ്ങൾ എന്നാണ് പറയുന്നത്. വട്ടക്കാക്കക്കൊടി അഥവാ അപ്പൂപ്പൻതാടി, വട്ടുവള്ളി, എരിക്കുവർഗ സസ്യങ്ങൾ ഇവയിലൊക്കെയാണ് ഈ ശലഭങ്ങൾ മുട്ടയിടുന്നത്. ഇവയിലെ ആൺശലഭങ്ങൾ കൂട്ടത്തോടെ ക്രോട്ടലേറിയ അഥവാ കിലുക്കിച്ചെടിയിൽ വന്നിരുന്ന് ചെടിയിലെ ലവണം നുണയാറുണ്ട്. ഇവയിലെ നീലക്കടുവ ശലഭങ്ങളുടെ ആൺശലഭങ്ങളുടെ പിൻചിറകിൽ ഒരു ചെറിയ സഞ്ചിയുണ്ട്. ഫിറോമോൺ പൗച്ച് എന്നാണ് ഈ സഞ്ചി അറിയപ്പെടുന്നത്. ഇതിന്റെ പ്രധാന ധർമ്മം ഇണയെ ആകർഷിക്കാൻ സഹായിക്കുന്നു എന്നതാണ്. ഈ സഞ്ചിയിൽ സുഗന്ധമുള്ള ശൽക്കങ്ങൾ നിറഞ്ഞിരിക്കുന്നു. ഈ ശൽക്കങ്ങളിൽ നിന്ന് പുറത്തുവരുന്ന ഫെറോമോണുകൾ പെൺശലഭങ്ങളെ തന്നിലേക്ക് ആകർഷിക്കുന്നു.